Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ പനീർ ബിരിയാണി ആട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആകാറായില്ലേ. അപ്പോൾ അന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് 1.5 കപ്പ് ബിരിയാണി റൈസ്, അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, വെള്ളം 3 കപ്പ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ബേ ലീഫ്, 3 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട, 2 ഏലക്ക, കുറച്ച് കശുവണ്ടി, കിസ്മിസും. ഇനി പനീറിന് വേണ്ട കാര്യങ്ങൾ: 100 ഗ്രാം പനീർ, 1 കപ്പ് വെജിറ്റബിൾസ്, ഒരു വലിയ സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക് ചതച്ചെടുത്തത്, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൗഡർ, ഒരു ബേ ലീഫ്, 2 ഏലക്ക, 3 ഗ്രാമ്പു, ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് മല്ലിയില, ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ആദ്യമേ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്കും പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് അത്രയും ചേർക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി ഒന്ന് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴാട്ടോ ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ അരി ഒന്ന് നമ്മൾ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ അതങ്ങനെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇങ്ങനെ പൊട്ടണ പോലെ സൗണ്ട് കേൾക്കും. അപ്പോൾ അന്നേരം വേണം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വേണം കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. അപ്പം 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ്സാണ് അരി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത്. നമ്മൾ വറ്റിച്ചാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എത്രത്തോളം ചെറുതാക്കാവോ അത്രയും ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇത് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇതെന്തായി നോക്കാം. ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ഫുള്ളായിട്ട് വെന്തിട്ടില്ല കേട്ടോ, ഒരു 1/4 വേവേ ആയിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. തുറക്കാൻ പാടില്ല. നമ്മളിനി മറ്റേ പനീറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം മാത്രം ഇത് എടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് മറ്റേ പനീർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യമേ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് നെയ്യിലേക്കിടാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സവാള ഒരു ബ്രൗൺ കളർ ആവണം. സവാള ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശുവണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ചെറുതായിട്ട് ബ്രൗൺ കളർ അയച്ചാൽ മതി. ഇനി ഇതിലേക്ക് കിസ്മിസ്, ഇത് മൂത്തിട്ടുണ്ട്. ഇത് കോരിയെടുക്കും. ഇതിനകത്ത് സവാളയും കശുവണ്ടിയും മുന്തിരിയും മാത്രം കോരി എടുത്തേച്ചാൽ മതി. നെയ്യ് എടുക്കണ്ട. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു ബേ ലീഫ്, പട്ട, ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പു. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. പച്ചമുളക്, ഇതെല്ലാം ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം. ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല ചേർക്കാം. ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റണം. ഈ മസാല മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം.
തൈര്, കുറച്ച് മല്ലിയില, ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ചേർത്തേക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി കുറഞ്ഞ തീയിൽ വേണം ഇത് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം, പനീർ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്, സാവധാനം ഇളക്കാൻ പാടുള്ളൂ. ഇനി വീണ്ടും അടച്ചു വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ. ക്യാരറ്റും പനീറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ചേർക്കാം. ചോറിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചേക്കുന്ന സവാള, ഇനി ഇത് ദമ്മാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം. ഫോയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മൂടി വെച്ചിട്ട് അതിനത് അടച്ചു വെക്കാം. ഇതിൻ്റെ എയർ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്റ്റൗ ഒന്ന് ഓണാക്കി വെക്കുക. ഇതിനി ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. എത്രയും കുറയ്ക്കാവോ അത്രയും കുറച്ച് വെക്കുക. കുറച്ചതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഉടനെ തുറക്കാൻ പാടില്ല. ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ ഇരിക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മസാലയെല്ലാം അടിയിൽ കിടക്കുമല്ലോ, അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ മല്ലിയില ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.